മലയോര സുന്ദരിയുടെ മടിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി വിശ്രമത്തിനും സൗകര്യം. താബോറിൽ ചെറുപുഴ പഞ്ചായത്തൊരുക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം ഇനി വിനോദസഞ്ചാരത്തിന് പുതുവെളിച്ചം പകരുന്നു. മലയോരത്തിന്റെ തണുപ്പും മലനിരകളിലൂടെ വീശിയെത്തുന്ന കാറ്റും അനുഭവിക്കാൻ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ചെറുപുഴയുടെ മലമുകളിലേക്കുള്ള പാതയിലൂടെ കയറിയെത്തുന്നത്. താബോർ, തെരുവുമല, തിരുനെറ്റിക്കല്ല്, കൊട്ടത്തലച്ചിമല, ജോസ്ഗിരി അങ്ങനെ ഓരോ കുന്നും പുതിയൊരു സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ഇവിടെ എത്തുന്നവർക്ക് വിശ്രമിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യം ഒന്നുമില്ലായിരുന്നു. എന്നാൽ അത് മാറുകയാണ് ഇനി. ചെറുപുഴ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ താബോർ വഴിയോര വിശ്രമ കേന്ദ്രം ഇപ്പോൾ പൂർത്തിയായി. വിനോദസഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും സാധനങ്ങൾ സൂക്ഷിക്കാനും സൗകര്യങ്ങളോടുകൂടി പണിതിരിക്കുന്ന ഈ കേന്ദ്രം മലയോര വിനോദസഞ്ചാര വികസനത്തിന് പുതിയ പാത തുറക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ മനോഹരമായൊരു സഹകരണ കഥയുണ്ട്. സ്ഥലമില്ലാത്തതിനെ തുടർന്ന് പദ്ധതി നിൽക്കുമ്പോൾ നാട്ടുകാരനായ ബെന്നി തന്റെ 5 സെന്റ് സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് വിട്ടുകൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു, ഇവിടെ സ്ഥലം തരുവാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം തരാം. മുമ്പ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ടോയ്ലറ്റ് വേണമെന്ന്. ഒരു ടോയ്ലറ്റ് ചോദിച്ചപ്പം വിശ്രമ കേന്ദ്രമായിട്ട് നമുക്ക് വലിയ രീതിയിൽ അദ്ദേഹം തരികയാണ് ചെയ്തത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അത് നമ്മുടെ നാടിന് വളരെ ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ 3 മലകളിലേക്കും ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്നവർ തിരിച്ച് വെടിയുണ്ട കണക്കെ വണ്ടി ഓടിച്ച് പോകുന്ന കാണാം. കാരണം ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ വല്ല വീട്ടിലൊക്കെ പോയി ചോദിക്കേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് അവർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ വരുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ട്, പെൻഷൻ്റെ പൈസയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കും ഒരു ടോയ്ലറ്റ് സൗകര്യം ഇവിടെ ഇല്ലായിരുന്നു. അതൊക്കെ നമുക്ക് യാഥാർത്ഥ്യമായതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. തുടർന്ന് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 30 ലക്ഷം രൂപയും ചെറുപുഴ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. താബോറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഏറെ സഹായകരമായ ഒരു സൗകര്യം ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്ന് ഫാദർ തോമസ് പൂവൻപുഴ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഈ വഴിയോര വിശ്രമ കേന്ദ്രം ഈ നാടിനെ സംബന്ധിച്ച് വികസനത്തിന്റെ ആദ്യ ഒരു പടിയാണ്. പ്രത്യേകിച്ച് ടൂറിസത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഗ്രാമപ്രദേശം. പ്രത്യേകിച്ച് 4 മലകളാൽ ചുറ്റപ്പെട്ടാണ് ആയിരിക്കുക. താബോർ കുരിശുമലയുണ്ട്, നമ്മുടെ ചാത്തമംഗലം ഹിൽസ് ഉണ്ട്, തെരുവുമലയുണ്ട്, പിന്നെ കൊട്ടത്തലച്ചിയുണ്ട്, നമ്മുടെ തിരുനെറ്റിയുണ്ട്. ഈ 4 മലകളാൽ സമ്പന്നമായിട്ട് ആയിരിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം. അത് ഇവിടെ യാഥാർത്ഥ്യമായതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഈ നാട്ടുകാരോടൊപ്പം. പ്രത്യേകിച്ച് നമ്മൾ രാഷ്ട്രീയ ചിന്തകളൊക്കെ മാറ്റിവെച്ച് നാടിനൊരു വികസനം കൊണ്ടുവരുന്നത് ഏത് രാഷ്ട്രീയ നേതൃത്വമായാലും അവരെ അംഗീകരിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കൂട്ടുത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് നല്ലത് കാണുമ്പോൾ നല്ലതാണ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ വഴിയോര വിശ്രമ കേന്ദ്രം അനുവദിച്ച് കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബെന്നിച്ചേട്ടനാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമൊക്കെ കൊടുത്തിരിക്കുക. വികസനത്തിന് ഈ നാട് എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളതിന് ഒരു ഉത്തമ മാതൃകയായിട്ടാണ് ബെന്നിച്ചേട്ടനായിരിക്കുക. നമ്മളുടെ രാഷ്ട്രീയ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നമുക്ക് മുന്നേറാം. പ്രത്യേകിച്ച് നമ്മുടെ 23-ാം തീയതി നടക്കുന്ന ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് ഈ താബോർ പ്രദേശത്തിന് ആദ്യത്തെ ഒരു തുടക്കമാണ്. ഇത് വന്നതോടെ നമുക്ക് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട റോഡുകളുടെ നവീകരണം മറ്റു കാര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് കൃത്യമായി അത് ശ്രദ്ധിക്കും എന്നുള്ള കാര്യം ഇന്നലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സംഘാടക സമിതി യോഗം കൂടിയപ്പോൾ അറിയിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ നാടിന്റെ കാര്യത്തിൽ ഏത് ആൾക്കാരാണോ ഞങ്ങളെ പിന്തുണയ്ക്കുക അവരുടെ കൂടെ ഞങ്ങളെപ്പോഴും ഉണ്ടായിരിക്കും. വിനോദസഞ്ചാരികളുടെ സ്വപ്നങ്ങളെയും നാടിന്റെ പ്രതീക്ഷകളെയും ചേർത്തു നിർത്തുന്ന ഈ വിശ്രമ കേന്ദ്രം ഒക്ടോബർ 23 ഉച്ചയ്ക്ക് 2 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജോയ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ താബോറിന്റെ ഒരു സ്വപ്നം ഈ വ്യാഴാഴ്ച പൂവണിയാണ്. ഈ കാണുന്ന ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ഈ വ്യാഴാഴ്ച 23-ാം തീയതി 2 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രത്നകുമാരി തുറന്നു കൊടുക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ CFC ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ CFC ഫണ്ട് ഉപയോഗിച്ച് 30 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത്
നമുക്ക് തന്നതാണ് ഈ സ്ഥാപനം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേക താല്പര്യം എടുത്തതിന്റെ ഈ സൈഡൊക്കെ കെട്ടുന്നതിന് വേണ്ടി ഏതാണ്ട് 10 ലക്ഷം രൂപ അതിന് മുടക്കിയിട്ടുണ്ട്. മൊത്തം 40 ലക്ഷം രൂപയുടെ ഒരു വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന് നമ്മുടെ ഈ പ്രദേശത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നിരവധിയായ ടൂറിസ്റ്റുകൾ കടന്നു വരികയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന്, കാസർഗോഡ് ജില്ലയിൽ നിന്ന്, കണ്ണൂർ ജില്ലയിൽ നിന്നൊക്കെ ഇവിടെ ആളുകൾ വരികയാണ്. അവർക്കിവിടെ വിശ്രമിക്കാൻ ഒരു കോഫി കിയോസ്ക്, അതുപോലെ ഒരു ക്ലോത്ത് റൂം, 4 ടോയ്ലറ്റുകൾ, അതുപോലെ വസ്ത്രം മാറാനുള്ള സ്ഥലം. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ സന്തോഷകരമായി താബോറിലേക്ക് വരൂ. ഞങ്ങളുടെ ഈ മലയോര ഗ്രാമത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ള, നിങ്ങൾക്ക് സന്ദർശിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ താബോർ ഗ്രോട്ടോ, കൊട്ടത്തരച്ചി മല, അതിനപ്പുറത്ത് ചാത്തമംഗലം തെരുവുമല, കുറച്ചപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ തിരുനെറ്റി, ഇതെല്ലാം താബോറുമായി ബന്ധപ്പെട്ടതാണ്. മലയോട് പൊരുതി, പണ്ട് കാട്ടാനയോട് പൊരുതി ഇവിടെ വന്ന കുടിയേറ്റ ജനത വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച സ്ഥലമാണ്. ഇവിടുത്തെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തെങ്ങും കവുങ്ങും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ ടൂറിസം നല്ല നിലയ്ക്ക് മെച്ചപ്പെട്ടു. ഇവിടെ വരുന്ന ആളുകൾ ഇവിടുന്ന് ആകാശത്തുനിന്ന് പെയ്ത് ഇറങ്ങി വരുന്ന മഞ്ഞ് അതിമനോഹരമാണ്. പക്ഷെ ഇവിടേക്ക് ഇത് എത്തിക്കാൻ ഈ ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് നമുക്കറിയാം. ഇവിടെ തറപ്പേലെ പാപ്പഞ്ചാട്ടൻ ബെന്നി, ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നോക്കി നമുക്ക് സ്ഥലം വേണം. ആ സ്ഥലത്തിന് ഇവിടെ ബെന്നി പറഞ്ഞത് 5 സെന്റ് സ്ഥലം, ഞങ്ങൾ 5 സെന്റ് സ്ഥലം വന്ന് നോക്കി. അപ്പം ബെന്നിയുടെ വീട് ഉൾപ്പെടെ പോകും, എടുത്തോളാനാണ് ആ മഹത് വ്യക്തി നമ്മളോട് പറഞ്ഞത്. 3.5 സെന്റ് ഞാൻ കൂടെ തന്നു. ബെന്നി തന്നെ അപ്പുറത്തേക്ക് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ നിലയിൽ സ്ഥലം തരാൻ തയ്യാറായി. ഈ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഈ സംഘാടക സമിതിയുടെ ചെയർമാനായ തോമസ് പൂവമ്പഴ അച്ഛൻ ഞങ്ങളെല്ലാം കാണുമ്പോൾ എപ്പോഴും നാടിൻ്റെ, ഇവിടെ അച്ഛൻ വന്നിട്ട് 2 വർഷമായി, 3-ാമത്തെ വർഷമാണ്. അച്ഛൻ എപ്പോഴും കാണുമ്പം റോഡിനെ പറ്റി, നമ്മുടെ നാടിനെ പറ്റി, നമ്മുടെ നാടിന്റെ വികസനത്തെ പറ്റി ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ അതാണ് അച്ഛൻ എപ്പം പറയാനുള്ള കാര്യങ്ങൾ. നമ്മുടെ ലൈറ്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറയാണ്. അതെല്ലാം ഈ നാടിന്റെ ഒരു വികാരമായി മാറിയിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ കാര്യം, വലിയ കാര്യമല്ല, എന്നാലും മനോഹരമായ ഒരു വലിയ കാര്യം ആണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഉദ്ഘാടന ചടങ്ങ് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ഒരു ഉത്സവമായി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. താബോറിന്റെ മലയോര കാറ്റിന് ഇപ്പോൾ ഒരു പുതിയ ആവേശമുണ്ട്. മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ, പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം, ചെറുപുഴ.